പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഒരു ദിവസം കൂടി കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടാനും നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ച്, നമ്മുടെ കുടുംബങ്ങളെ പരിശോധിച്ച്, നമ്മുടെ മക്കളെ പരിശോധിച്ച് പ്രാർത്ഥിക്കാനും വേണ്ടി ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഞാൻ ഈ ദിവസങ്ങളൊക്കെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, കുടുംബത്തിന്റെ സങ്കടങ്ങള്, അനേകം പേരുടെ പ്രാർത്ഥനകള്, അവസ്ഥകള്, ഒത്തിരിയേറെ നൊമ്പരങ്ങൾ, ഡൈവോഴ്സ്, വഴുതെറ്റിപ്പോയ മക്കള്, കുടുംബത്തിൽ നിന്ന് അകന്നുപോയ മക്കള്, അല്ലെങ്കിൽ ജീവിതം മടുത്തുപോയ മക്കള്, ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച മക്കള്, ആത്മഹത്യ ചെയ്തു പോയ മക്കള്, അങ്ങനെ പല പല അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദിവ്യകാരന്റെ സന്നിധിയിൽ ഇരുന്നപ്പോ കർത്താവ് നൽകിയ ഒരു വലിയൊരു സന്ദേശം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടി ഇന്നും ഈ ദിവസങ്ങളും അച്ഛൻ ആഗ്രഹിക്കുന്നു. അതായത്, അറിയാതെ ജീവിക്കുന്ന വിശ്വാസം അപകടകരമാണ്. ഇതാണ് വിഷയം. അറിയാതെ ജീവിക്കുന്ന വിശ്വാസം അപകടകരമാണ്. പ്രിയപ്പെട്ടവനെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ, വിശ്വാസത്തെ അറിയണം. ഇതറിയാതെ ജീവിക്കുന്നത് വലിയ അപകടകരമാണ്. ഉദാഹരണത്തിന് ഒത്തിരി ഉദാഹരണമുണ്ട്. അച്ഛൻ, ഞാനൊരു പുരോഹിതനാണ്, ഞാൻ ഈ പുരോഹിതൻ ആരാണെന്ന് അറിയണം. 10ാം ക്ലാസ് കഴിഞ്ഞു, സെമിനാരിൽ ചേർന്നു, കുറെ വർഷങ്ങൾ സെമിനാരിൽ നിന്നു. അത് ഏതാളും ഒരു 10-12 വർഷം ഒരു ഒഴുക്കിൽപ്പെട്ട അങ്ങോട്ട് നിന്നാൽ അച്ഛനോ. പക്ഷെ ഞാൻ അറിയണം വൈദികൻ ആരാണ്, പുരോഹിതൻ ആരാണെന്ന് അറിയണം. അവൻ കർത്താവിന്റെ അഭിഷിക്തൻ, കർത്താവിന്റെ സ്നേഹത്തിൽ സമ്പൂർണമായും സംതൃപ്തനായിക്കൊണ്ട് മറ്റൊരു സ്നേഹം വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ബ്രഹ്മചര്യം എടുത്തവൻ, അങ്ങനെ ദൈവത്തിനു വേണ്ടി അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവൻ, കർത്താവിന്റെ പരിശുദ്ധമായ ബലി അർപ്പിക്കേണ്ടവൻ, കർത്താവിന്റെ വലിയ ശക്തി പ്രകടമാക്കേണ്ടവൻ, അതിനുവേണ്ടി വിളിക്കപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ടാണ് അൽഫോൺസസ് ലിഗോരി പറയുന്ന, പുരോഹിതൻ ആരാണെന്ന് അവൻ അറിഞ്ഞാൽ അവന്റെ ജീവിതം അപ്പാടെ മാറും. ഈ അറിവില്ലായ്മ, ഇന്ന് പല വൈദികര് അറിവില്ലായ്മ, ആ അറിവില്ലായ്മ കൊണ്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കാതെ ഒത്തിരിയേറെ ലോകാരൂപിയിലും മദ്യത്തിലും മറ്റു പല വ്യാപാരങ്ങളിലും ബിസിനസ്സുകളിലും ഒത്തിരിയേറെ അലസതയിലും പറയേണ്ട പല മേഖലകളിലും കുടുങ്ങിക്കിടക്കുന്ന വെറുപ്പ്, വാശി, വൈരാഗ്യം, സ്ഥാനമോഹം, സാമ്പത്തിക അത്യാർത്ഥി, സിനിമ, മറ്റു കാര്യങ്ങൾ. എന്തുകൊണ്ടാ? അറിയത്തില്ല. അറിയാതെ ജീവിക്കുന്ന വിശ്വാസം അപകടകരമാണ്. ഇപ്പൊ നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. കർത്താവിനെ സ്വീകരിച്ച ശരീരം, മാമോദിസായാൽ മുദ്രിതമാക്കപ്പെട്ട ശരീരം, പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടമാക്കപ്പെട്ട ശരീരം, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കേണ്ട ശരീരം, മഹത്വീകരിക്കപ്പെടേണ്ട ശരീരം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞു ജീവിച്ചാൽ നമ്മൾ ഒരിക്കലും മദ്യപിക്കില്ല, വ്യഭിചരിക്കില്ല, മ്ലേച്ഛത ചെയ്യില്ല. സ്വർഗത്തിനു വേണ്ടി ഈ ശരീരത്തെ കാത്തു സൂക്ഷിക്കും. അറിയണം ക്രിസ്ത്യാനി ആരാണെന്ന്, എന്താണ് മാമോദിസ, വിശുദ്ധ കുർബാന എന്താണെന്ന് അറിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ കാരുണ്യം, കർത്താവിന്റെ സ്നേഹം, കർത്താവിനെ തന്നെ തന്നുകൊണ്ട് പിതാവായ ദൈവം നമ്മളാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി യോഹന്നാൻ 3:16 തന്റെ ഏകജാതനെ തന്ന പാരമ്യം ആണ് വിശുദ്ധ കുർബാന, ദിവ്യ കാരുണ്യം. അതറിഞ്ഞാ പിന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെന്ന സത്യവിശ്വാസ വചനം അറിഞ്ഞാൽ ഒരു വ്യക്തി കുർബാന മുടക്കും. ജീവനുണ്ടാകണമെങ്കിൽ സത്യമായിട്ടും എന്റെ ശരീരം ഭക്ഷിക്കണം, രക്തം പാനം ചെയ്യണമെന്ന് പറഞ്ഞ യോഹന്നാൻ 6:53 വചന സത്യം അറിഞ്ഞാൽ ജീവന് പ്രാപിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാനയെ സ്വീകരിക്കാൻ ഓടിയണയില്ലേ. നമ്മുടെ മക്കൾക്ക് ഇത് കുർബാന വേണ്ട, ദിവ്യകാരുണ്യം വേണ്ട, ശരീരത്തിന്റെ വിശുദ്ധി വേണ്ട. എന്തുകൊണ്ട്? അറിയത്തില്ല. മാതാപിതാക്കളുടെ ബന്ധം, കുടുംബത്തിന്റെ അടിസ്ഥാനം, ദാമ്പത്യ ജീവിതം, വിവാഹ ജീവിതം,
ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാണ്, ദൈവം യോജിപ്പിച്ചു, മനുഷ്യൻ വേർപ്പെടുത്തരുത്. ഈ അടിസ്ഥാന വിശ്വാസ സത്യം അറിഞ്ഞാൽ ഒരു കാരണവശാലും ഡൈവോഴ്സിന് വേണ്ടി ആരും ഇറങ്ങിത്തിരിക്കില്ല. ഇന്ന് സത്യം പറഞ്ഞ മാമോദീസ മുതല് അന്ത്യകൂദാശ വരെ ഈ ലോക ജീവിതം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തില് അറിയാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരു ജീവിതമാണ്. അറിയാതെ ജീവിക്കുന്ന വിശ്വാസം. ഇന്നാരും അറിഞ്ഞിട്ടല്ല മാമോദീസ സ്വീകരിച്ച ക്രിസ്ത്യാനിയായത്. കാരണവന്മാര് ക്രിസ്ത്യാനികളായി, മാമോദീസ മുക്കി, മക്കളും ക്രിസ്ത്യാനി. മാതാപിതാക്കൾക്കും അറിയില്ല ക്രിസ്ത്യാനി ആരാന്ന്. ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു എന്റെ സ്റ്റാറ്റസിൽ. ദേവാലയത്തിന് പുറത്തുള്ള വിവാഹം നരകത്തിലേക്കുള്ള വഴിയാണ്. ദേവാലയം വിട്ട് കൂദാശയില്ലാതെയുള്ള വിവാഹം രജിസ്റ്റർ ഓഫീസുകളിൽ അക്രൈസ്തവരുമായുള്ള ബന്ധങ്ങള്, വിവാഹങ്ങള്, അത് നരകത്തിലേക്കുള്ള വഴിയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനമനുസരിച്ച് ആ വഴിയിലൂടെ ചരിച്ചില്ലെങ്കിൽ നമ്മൾ നശിക്കത്തുള്ളൂ. വചനം നമുക്ക് വഴിയാണ്, സത്യമാണ്, അത് ജീവനാണ്. ഇതറിയാതെ പോകുന്ന മക്കളല്ലേ നമ്മളൊക്കെ. കഴിഞ്ഞ ദിവസം ഒരമ്മച്ചി പറയാ, ഒരമ്മച്ചല്ല പല അമ്മച്ചിമാരും പറഞ്ഞു ഈ ദിവസങ്ങളിൽ മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ വിട്ടു. അതുവരെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പള്ളി പോയ മക്കള് അവിടെ ചെന്ന് പള്ളിപ്പോക്ക് നിർത്തി, ജോലി കിട്ടി. ഇപ്പൊ പറഞ്ഞ അപ്പൻ വേണ്ട, അമ്മ വേണ്ട, കല്യാണം വേണ്ട, നിങ്ങൾ എന്നെ ചെറുപ്പത്തിൽ തല്ലിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. അതുപോലെ പല കാരണങ്ങൾ പറഞ്ഞ് മാതാപിതാക്കൾ തല്ലും, സ്നേഹം കൊണ്ട് ഉപദേശിക്കും, വഴക്ക് പറയും, ശാസിക്കും. ഈ മാതാപിതാക്കളെ അറിഞ്ഞാല്, കുടുംബത്തെ അറിഞ്ഞാല്, എന്തിനു വേണ്ടി അറിഞ്ഞാല് നമ്മുടെ മക്കളാരും ഇങ്ങനെയൊന്നും ചിന്തിച്ച് ബന്ധം വിച്ഛേദിച്ചു പോയില്ല. ഇന്ന് പൗരോഹിത്യത്തില് സന്യാസ ജീവിതം അറിയാണ്ട് ഒത്തിരിയേറെ കന്യാസിമാരും സന്യാസിമാരും വന്നുപോയി. ചില ആൾക്കാർ പറഞ്ഞ പോലെ വന്നുപോയി, നിന്നുപോയി, എന്നാ പിന്നെ തിന്നുപോയാക്കാമെന്ന് കരുതി ജീവിക്കുന്ന സന്യാസിമാരും സിസ്റ്റേഴ്സും ഒക്കെ സഭയിൽ ഇഷ്ടം പോലെയുണ്ട്. അറിയത്തില്ല എന്താണ് പൗരോഹിത്യം എന്നറിയാത്ത, എന്താണ് സന്യാസ ജീവിതം എന്നറിയാത്ത, എന്തിനോ വേണ്ടി. പണ്ടൊരു അച്ഛൻ പറഞ്ഞ പോലെ, പണ്ട് യൂറോപ്പിലൊക്കെ പ്ലേഗ് വന്നപ്പോ കുറെ സന്യാസ സഭകളൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ പ്ലേഗ് അവസാനിച്ചു. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ കേരളത്തിലും പല രാജ്യങ്ങളും വന്ന് അവര് കോൺഗ്രിഗേഷൻസ് ആരംഭിച്ചു. എന്നിട്ട് ഒരു പല പല പരിപാടി തുടങ്ങി. ഒരു സിസ്റ്ററോട് ഒരിക്കലും ഒരു അച്ഛൻ ചോദിച്ചു, ഒരു ആള് ചോദിച്ചു, എന്താ സിസ്റ്ററെ ജോലി? തുന്നല് പഠിപ്പിക്കണം. തുന്നല് പഠിപ്പിക്കണം. തുന്നല് പഠിപ്പിക്കാൻ എന്തിനാ കന്യാസ്ത്രീ ആവണേ? അപ്പൊ ഞാൻ പറഞ്ഞവരാണ് പ്രിയപ്പെട്ടവരെ, ആത്മീയമായ ജീവിതത്തില് അമ്മ എന്ന് പറഞ്ഞാൽ അനേകം ആത്മാക്കളെ സ്വർഗത്ത് ജനിപ്പിക്കുന്ന ഒരമ്മ, സന്യാസിനി, ഒരച്ഛൻ, അപ്പൻ ആത്മാക്കളെ സ്വർഗത്ത് ജനിപ്പിക്കണം. സത്യം പറഞ്ഞ ഇതൊക്കെ അറിഞ്ഞാല് ഒരപ്പന്റെ പണി എന്താ, അമ്മയുടെ പണി എന്താ, അത് അറിഞ്ഞാണ്ടില്ലോ. കൃപയില് മക്കൾക്ക് ജന്മം കൊടുത്ത്, വിശുദ്ധിയോടെ മക്കൾക്ക് ജന്മം കൊടുത്ത്, കൃപാ ജീവിതത്തിന്റെ ദൈവൈക്യ ജീവിതത്തിന്റെ നിറവില് ജീവന് ജന്മം കൊടുത്ത് ആ മക്കളെ കൃപയിൽ വളർത്തി, കൃപയിൽ വളർത്തി, ദൈവൈക്യത്തിൽ വളർത്തി ആ മക്കളെ സ്വർഗത്തിൽ എത്തിപ്പിക്കേണ്ട വലിയ ദൗത്യം അത് ഉള്ളവന് അപ്പനും അമ്മയും. അപ്പൻ ഒരിക്കലും മദ്യപിക്കില്ല, അമ്മ ഒരിക്കലും വഴക്കടിക്കത്തില്ല, വെറുപ്പില്ല. കുടുംബത്തിൽ സമാധാനം, പ്രാർത്ഥന ഉണ്ടാവും, കൂദാശ ഉണ്ടാവും, ദൈവത്തെ ഒരുമിച്ച് കൂടെ നിർത്തും. എന്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇതൊക്കെ സങ്കടത്തോടെ പറയുമ്പോ ഒത്തിരിയേറെ സംഭവങ്ങളും അനുഭവങ്ങളും അച്ഛന്റെ പിന്നിലുണ്ട്. ഞാൻ എല്ലാവരോടും പറയും, എല്ലാ പ്രശ്നത്തിന്റെ കാരണം ഈ അറിവില്ലായ്മയാണ്. കൃപാ ജീവിതവും ദൈവൈക്യ ജീവിതവുമാണ് നമ്മുടെ എല്ലാ ജീവിതത്തിന്റെയും അടിസ്ഥാനം. അത് മാർപ്പാപ്പയാകട്ടെ, കർദിനാൾമാരാകട്ടെ, ബിഷപ്പുമാരാകട്ടെ, വൈദികരാകട്ടെ, സന്യസ്തരാകട്ടെ, മാതാപിതാക്കള്, കുടുംബങ്ങള്, യുവമക്കള്, കുഞ്ഞുമക്കള്, ആരുമാകട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം കൃപ, ദൈവൈക്യം. ഈ രണ്ട് കാര്യങ്ങള് നമുക്ക് വേണം, കൂടിയേ തീരും. ഞാൻ ഈ ദിവസങ്ങളൊക്കെ അനേക മക്കളെ കുത്തിയിരുന്ന് അടുത്തിരുന്ന് പഠിച്ചപ്പോ എല്ലാവരും പറയുന്ന കാര്യമാണ്, എന്റെ കൊച്ച് നല്ല പോലെ പള്ളി പോയിരുന്ന കൊച്ച, പ്രാർത്ഥിച്ചിരുന്ന കൊച്ച, ഇന്ന് അതൊന്നും ഇല്ലാതെ പോയി, കൃപാ ജീവിതം പൊളിഞ്ഞു. ഒരു കാര്യം ഓർത്തോ, ദൈവത്തെ കൂടാതെ, അച്ഛൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല, ഈശോ പറഞ്ഞ കാര്യം, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മള്, നമ്മുടെ മക്കളെ എന്ത് ചെയ്തു?
ദൈവത്തിൽ വളരണം. ദൈവത്തെ കൂടെ ജീവിക്കാൻ പറ്റില്ല മക്കളെ. ആ ദൈവത്തെ അതുപോലെ ഉറപ്പിച്ചു കൊടുത്തോ. പ്ലസ് ടു കഴിയുമ്പോഴേക്കും ലോൺ കൊടുത്ത് മക്കളെ പല സ്ഥലത്തും പറഞ്ഞു വിട്ട് ജോലിയില്ല, പാവങ്ങൾ അവിടെ കിടന്ന് നരകിക്കുമ്പോ പല പല സാഹചര്യങ്ങള് കൂട്ടുകെട്ട്, യൂറോപ്പിൻ്റെതായ ആധുനികത, പൈശാചികത, സ്വാതന്ത്ര്യം, കുടുംബമില്ല, ദാമ്പത്യമില്ല, വിശ്വസ്തതയില്ല, മാതാപിതാക്കളില്ല, കുദാശയില്ല, ദേവാലയമില്ലാത്ത ഒരു സംസ്കാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മക്കളെ ഓർത്ത് ചങ്കുപൊട്ടി കരയുന്ന മാതാപിതാക്കൾ എന്തിനു വിട്ടു? അറിയാതെ ജീവിക്കുന്ന വിശ്വാസം അപകടകരമാണ്. സത്യം പറഞ്ഞ ഈ ഒരു വലിയ അപകടമാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും സഭയിലും പൗരോഹിത്യത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ രൂപതകളിലും സന്യാസ സഭകളിലും സംഭവിച്ചിരിക്കുന്ന വലിയൊരു സത്യം. അറിയാതെ എന്തൊക്കെയോ ആയിപ്പോയി. അറിയാതെ അച്ഛനായിപ്പോയി, അറിയാതെ കന്യാസ്ത്രീയായിപ്പോയി, അറിയാതെ ബിഷപ്പായി പോയി, അറിയാതെ കല്യാണം കഴിച്ചു, അറിയാതെ അപ്പനായി, അറിയാതെ അമ്മയായി, അറിയാതെ മാമോയിസ സ്വീകരിച്ചു. ഇത് അറിയേണ്ട മക്കളെ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ഒരു അറിവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഞാനിത് ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞല്ല. നമ്മളൊക്കെ അറിയാതെ വന്ന് പെട്ടുപോയവരാണ്. സത്യം അറിയാം, അച്ഛനായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാ എന്തിനാണ് അച്ഛനായെന്ന് ചിന്തിക്കാൻ തുടങ്ങിയ സത്യം. അതിങ്ങനെയാണ് പോയി ചെന്നു ചേർന്നു 11 വർഷം അങ്ങനെ പോയി, അങ്ങനെ അങ്ങ് അച്ഛനായി. പിന്നെയും കുറച്ചാൾ അങ്ങോട്ട് പോയി. കുറെ കഴിഞ്ഞപ്പോ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് പൗരോഹിത്യം? പ്രിയപ്പെട്ടവരെ, ഈ ഒരു അറിവ് നമുക്ക് ലഭിക്കുമ്പോ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരും. നമ്മുടെ മക്കള്, സത്യം പറഞ്ഞ നമ്മുടെ മക്കൾക്ക് അറിയാതെ ജീവിക്കുന്ന വിശ്വാസമാണ്. അങ്ങനെ ജീവിക്കുന്ന ആള് പള്ളിച്ചെല്ലും, അവിടെ കൈയെട്ടി നിൽക്കും, കുമ്പസാരിക്കില്ല. കുർബാൻ സ്വീകരിക്കുന്ന കുമ്പസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ റെഡിമേഡ് കുമ്പസാര, ഒന്ന് കുമ്പസാരിച്ചടാ, കുമ്പസാരിച്ചടി, അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഒറ്റ പോക്കിന് പോയി കുമ്പസാരിക്കും, ഒരു ഒരുക്കവും വേണ്ട. അങ്ങനെ റെഡിമേഡ് കുമ്പസാരുണ്ട്. കുർബാൻ സ്വീകരണം എന്താ, ആരെ വന്ന് ആരോ സ്വീകരിച്ച ഒരു അറിവില്ലാണ്ട് ഈശോ സ്വീകരിക്കുന്ന എത്രയോ മക്കള്, ഒരറിവില്ല. ഈശോയെ സ്വീകരിച്ച് ഈശോയെ വന്നിരിക്കുന്ന എന്റെ ഈശോയെ നോർത്തേക്ക് വിശുദ്ധ കുർബാനയുടെ ഈശോയാണ് വരുന്നതെന്ന അറിവുണ്ടെങ്കിൽ ഒരു മകൻ ഒരു മകൾ എങ്ങനെ ഒരുങ്ങും, എങ്ങനെ സ്വീകരിക്കും? ഞാൻ പറയും, ആ അറിവുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞാലും നമ്മുടെ പള്ളിയിൽ ആളുകൾ ആ ഈശോയുടെ കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇന്ന് കുർബാന കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ഒറ്റെണ്ണത്തിന് മഷിയിട്ട് നോക്കിയാൽ കാണാനുണ്ടാവില്ല നമ്മുടെ പള്ളികളിലൊക്കെ. കുർബാന സ്വീകരണം കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് പോയി. ഈ അറിവുള്ളവൻ, വിശുദ്ധ കുർബാന അറിവുള്ളവരാണെങ്കിൽ ആ ദേവാലയത്തിൽ ഈശോയെ അങ്ങനെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണല്ലോ, ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു, ഈശോ അങ്ങനെ നിറയണം എൻ്റെ ബുദ്ധിയില്, എൻ്റെ മനസ്സില്, എൻ്റെ ശരീരത്തില്, എൻ്റെ ചിന്തയില്, എൻ്റെ വികാരങ്ങളില്, എൻ്റെ മക്കളില്, എൻ്റെ കുടുംബത്തില്, എൻ്റെ ബിസിനസ്സില്, എൻ്റെ പഠനത്തില്, എൻ്റെ ജോലിയില്, എൻ്റെ എല്ലാത്തിലും ഈശോയെ അങ്ങ് നിറയണം. ഈ അറിവുള്ളവൻ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവർ, അച്ഛൻ പറഞ്ഞ സന്ദേശം മനസ്സിലാവുന്നുണ്ടോ? അറിയാതെ ജീവിക്കുന്ന വിശ്വാസം അപകടകരമാണ്. അതുകൊണ്ട് അറിയണം. ഇനി അറിയാതെ പോയാൽ, ഹോസിയ പ്രവാചന പുസ്തകം 4-ാം അധ്യായത്തിന് 6-ാം വചനം കർത്താവ് പറയാ, എന്റെ ജനം അജ്ഞത മൂലം നശിപ്പിക്കപ്പെടും. അജ്ഞത, അറിവില്ലായ്മ, അതൊരു ഒഴികഴിവല്ല, നശിപ്പിക്കപ്പെടും. അറിയാതെ, നമുക്കറിയാം, അറിയാതെ വിഷമെടുത്ത് കുടിച്ചാൽ എന്ത് പറ്റൂ? അറിഞ്ഞില്ല, എനിക്ക് അറിയാൻ പാടുണ്ടായില്ല. നീ അറിയണം, ഈ ജീവിതം എന്താണെന്ന് അറിയണം, ഈ ജീവിതം എന്താണെന്ന് അറിയണം, കുർബാന എന്താണെന്ന് അറിയണം, ക്രൈസ്തവ ജീവിതം എന്താണെന്ന് അറിയും, ശരീരം എന്താണെന്ന് അറിയണം, പുരോഹിതൻ ആരാണെന്ന് അറിയണം. അത് ഓരോരുത്തരും ഓരോ കാര്യങ്ങളും അറിയണം. അറിവ് അറിയാതെ ജീവിക്കരുത്, അപകടം. അറിയാതെ ചെയ്യരുത്, അത് പലതും നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസം ജീവദായകമാണ്. അതുകൊണ്ട് നമ്മള് കുറച്ച് ദിവസങ്ങള് നമ്മൾ അറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം, അറിഞ്ഞു ജീവിക്കണം. നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്, ഒത്തിരി പേർക്ക് പേടിയാ, സ്ട്രെസ്, ഉറക്കില്ല. ഇതുകൊണ്ടാ ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ വസിക്കുന്ന കർത്താവ് എന്നെ ബലപ്പെടുത്തും, എന്നെ ശക്തിപ്പെടുത്തും. കർത്താവിന്റെ ഇടയനാണ്. വിശുദ്ധ കുർബാനയിലൂടെ ഈശോ സ്വീകരിച്ച ഒരു മകൻ ഒരു മകൾ ഈ സാധ്യത ഉള്ളപ്പോ അവനൊരിക്കലും ഭയപ്പെടില്ല. ഇതാണ് മക്കളെ നമ്മുടെയൊക്കെ അറിവിന്റെ ജീവിതം. അവന് പേടിയില്ല, അവനൊരു നിരാശയില്ല, അവന് പരാതിയില്ല,
അവൻ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ കൂടെ നിർത്തി. സ്വർഗത്തിന്റെ പൗരത്വം എനിക്കുണ്ട്, പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ട്, അല്ലെ? നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? Don't you know that? അറിയണം. ഈ അറിവുണ്ടെങ്കിൽ ഓർത്തേക്ക്, പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ട്, ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. ഈ അറിവുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഒരു പേടിയില്ല. കരുത്തോടെ, ശക്തിയോടെ, ദൈവത്തിന്റെ ആലയത്തിന്റെ, ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയിൽ നമ്മൾ വലിയ അഭിഷേകത്തോടെ, ധൈര്യത്തോടെ ജീവിക്കും. എന്റെ മക്കളെ, ഈ ഒരു അറിവ് വീണ്ടും ഓർക്കണം. അറിയാതെ ജീവിക്കുന്ന വിശ്വാസം അപകടകരമാണ്. അറിഞ്ഞ് ജീവിക്കുന്ന വിശ്വാസം ജീവദായകമാണ്, ഫലദായകമാണ്. അത് ശക്തിയുടേതാണ്, അത് കരുത്തിൻ്റെതാണ്, അത് അഭിഷേകത്തിന്റെയാണ്, അത് ദൈവത്തിന്റെ മക്കളുടെ ജീവിതമാണ്. ഈ അറിവ് നമുക്ക് വേണം. നമ്മുടെ മക്കൾക്ക് ഇന്ന് സത്യം പറഞ്ഞ നമ്മുടെ മക്കൾക്ക് ഈ അറിവുകൾ ഒന്നും ഇല്ലാണ്ട് പോയി. കൊടുത്തില്ല, വേറെ എന്തൊക്കെയോ അറിവുകൾ കൊടുത്തു. സത്യമായ അറിവ് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ കഴിയാതെ പോയതിന്റെ പേരിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ മക്കൾ കുർബാന വിട്ടു, പ്രാർത്ഥന വിട്ടു, ഉദാശ വിട്ടു, അപ്പനെ വിട്ടു, പിന്നീട് അങ്ങടെ അമ്മേനെ വിട്ടു, പഠനം വിട്ടു, ശരീരം വിട്ടു, സ്വന്തം ജീവിതം പോലും വിട്ട് ആത്മഹത്യക്ക് പോലും മടിയില്ലാത്ത രീതിയിൽ ആയിപ്പോയ മക്കൾ. അറിവില്ല, അറിയാതെ ജീവിക്കുന്ന വിശ്വാസം. അറിഞ്ഞ് ജീവിക്കണം, വിശ്വാസം അറിഞ്ഞ് ജീവിക്കണം. അല്ലാതെ പോയതിന്റെ ഗതികേട് ഇന്ന് സഭ, എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പിതാക്കന്മാരും വൈദികരും കന്യാസ്ത്രീമാരൊക്കെ നമ്മൾ ശരിക്കും നോക്കുമ്പോ എന്തറിഞ്ഞിട്ടാ ഇവര് ജീവിക്കണേ? ഈ വഴക്കും, ഈ വയ്യാവേലിയും, ഈ വാശിയും, ഈ അച്ചപ്പാടും ബഹളമൊക്കെ, ഇതിനെക്കുറിച്ച് ഈ വിശ്വാസത്തിന്റെ ഒരു 1% അറിവുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ സഭയിലും അധികാരികളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പൗരോഹിത്യത്തിലും നമ്മുടെ ഇടവകകളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് ഇതൊരു വലിയ വിഷയമാണ്. ഇത് വലിയൊരു വിഷയമാണ്. ഗൗരവത്തോടു കൂടി എടുക്കുക. പറ്റുമെങ്കിൽ ഈ ഒരു സന്ദേശം അനേകരിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഈ അറിയാതെ ജീവിക്കുന്ന വിശ്വാസത്തിന്റെ അപകടം അറിഞ്ഞ്, പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തെ അറിഞ്ഞ്, ക്രൈസ്തവ ജീവിതത്തെ അറിഞ്ഞ്, കുടുംബജീവിതത്തെ അറിഞ്ഞ്, കുദാശകളെ അറിഞ്ഞ്, ദൈവത്തിന്റെ ആലയത്തെ അറിഞ്ഞ്, നിത്യതയെ അറിഞ്ഞ്, സ്വർഗത്തിൽ പോണ്ട നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തെ അറിഞ്ഞ് ജീവിച്ചാൽ നമ്മുടെ ജീവിതം കരുത്തുള്ളതായിട്ട് മാറും, രക്ഷാകരമായിട്ട് മാറും. ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നു. എന്റെ ജനം അജ്ഞാത നിമിത്തം നശിക്കുന്നു. പുരോഹിത, ഞാൻ നിനക്കെതിരാണ്. ഹോസിയ 4:6 വായിക്കണം. നിന്റെ അമ്മയെ ഞാൻ ശിക്ഷിക്കും, നിന്റെ മക്കളെ നശിപ്പിക്കും. പുരോഹിതനോട് കർത്താവ് പറഞ്ഞ വചനം, അജ്ഞാത നിമിത്തം നീ എന്റെ ജനത്തെ പഠിപ്പിച്ചില്ല, നീ സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തില്ല, നീ അവരെ അറിയിച്ചില്ല. പുരോഹിത, ഞാൻ നിനക്കെതിരാണ്. ഒരു അപ്പനോടും ഒരു അമ്മയോടും ഒരു പുരോഹിതനോടും ഒരു അഭിമന്യ പിതാവിനോടും ഒരു കന്യാസ്ത്രീയോടും ദൈവം പറയും, ഞാൻ നിന്നെ ഏൽപ്പിച്ചു, പഠിപ്പിക്കണം. നമ്മുടെ മക്കൾ കാറ്റഗിസം ടീച്ചേഴ്സ് പഠിപ്പിച്ചെടുത്ത് നേടി പിള്ളേര്, കണ്ണി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പിള്ളേര്, കർത്താവിനെ വിട്ട്, ഉദാശ വിട്ട്, സഭ വിട്ട്, കണ്ണി കണ്ട് അന്യമതസ്ഥരെ പ്രേമിച്ച് കെട്ടി അവന്റെ കൂടെ പോയി ജീവിക്കുന്ന, കറങ്ങി നടക്കുന്ന, പപ്പിപ്പോകുന്ന, ബാറിപ്പോകുന്ന, ലൈനടിക്കുന്ന, ഡ്രഗ് അഡിക്റ്റ് ആവുന്ന, ലഹരി കടിമപ്പെടുന്ന മക്കള് എന്ത് അറിവ് കിട്ടി കാറ്റഗിസത്തിലൂടെ, കുടുംബത്തിലൂടെ? കർത്താവേ, എന്റെ പിഴ, എന്റെ പിഴ, എന്റെ പിഴ. അറിവ് കൊടുക്കേണ്ടവർ കൊടുക്കാതെ പോയി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളിൽ ഓരോ മേഖലയും എടുത്തുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അറിവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഓക്കെ, അനുഗ്രഹിക്കട്ടെ മക്കളെ. നമുക്ക് അല്പസമയം ദിവികാനുസരണത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം തന്നുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന കർത്താവിനെ അറിയണം. ഈശോയെ അറിയാത്തവരാ ഇന്ന് നമ്മൾ. ദിവികാരനെ അറിയില്ല, ഉണ്ടെങ്കിൽ ദിവികാനത്തിന് വേണ്ടി ഓടി അണയുമായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറില്ല, ഈ കർമ്മധ്യാനേന്ദ്രത്തിന്റെ ഈ പരിസരം മുഴുവനും ക്രിസ്ത്യാനികളാണ്. ഞാൻ ഇവരെ ഒരുത്തനെ പോലും, 1-2 പേരുണ്ട്. ഈ ജനം ദിവ്യകാരനെ നിത്യാരാധനുണ്ട്. ഇവിടെ ഒരുവൻ പോലും കാരണം ഞാൻ കണ്ടിട്ടില്ല, അറിയത്തില്ല. ദിവ്യകാരുണ്യം ആരാണെന്നോ അതെന്താണെന്നോ അറിയത്തില്ല, അറിയാൻ ശ്രമിച്ചിട്ടില്ല, അത് പഠിപ്പിച്ചിട്ടില്ല, അത് മക്കൾക്കും അറിയില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ നാട്ടിലുള്ള സഹോദരനോട് പറഞ്ഞു, അച്ഛാ, മോളും മോനും ഓസ്ട്രേലിയയിലാണ്, അവിടെ പ്രശ്നമാണ്, കുറെ കാര്യമുണ്ട് അച്ഛാ, പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇവിടെ നിത്യാരാധന ഉണ്ട്,
ഈശോടുത്ത് വന്ന് പ്രാർത്ഥിക്ക്, ഈശോട് പറ, കുർബാനയ്ക്കൊന്നു വാ. അതെന്റെ പെണ്ണുമ്പിള്ളവന്റെ, എന്റെ പെണ്ണുമ്പിള്ള ഭാര്യ പള്ളി വരും പോവും. ഈ മക്കൾക്ക് വേണ്ടിയൊക്കെ ആരാധനയുടെ മധ്യേ വന്ന് കരം വിരിച്ച് ഈ അപ്പനും അമ്മയൊക്കെ പ്രാർത്ഥിച്ചാണ്ടല്ലോ, ആ കൊച്ചവിടെ രക്ഷപ്പെടും. എന്നിട്ട് നമ്മൾ കണ്ടു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകത. ഈ ഒരു ചിന്തയും ബോധ്യമൊന്നും ആർക്കും ഇല്ല. വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം, പരിശുദ്ധ അമ്മ, ജപമാല, സ്വർഗത്തിന്റെ സഹായം, അതിസ്വാഭാവികമായ കൃപകൾ, മാലാഖമാരുടെ സംരക്ഷണം, ഇതൊക്കെ അറിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും എന്തുമാത്രം ശക്തി ആർജിച്ചേനെ. ഈ അറിവില്ലായ്മ നമുക്ക് മാറ്റാൻ ഇടയാകട്ടെ. നമ്മൾ ഈ ശുശ്രൂഷ ഒരിക്കൽ കൂടി ഞാൻ പറയാം മക്കളെ, ഈ ഒരു ടോക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വൈദികർക്കും സന്യസ്തർക്കും പറ്റാവുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കാം. അറിയാതെ ജീവിക്കുന്ന വിശ്വാസം അപകടകരമാണ് എന്ന സത്യം അറിഞ്ഞ് ഇതെല്ലാം അറിഞ്ഞ് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി എളിമയോടെ പ്രാർത്ഥിക്കാം. കൃപാ ജീവിതത്തിലും ദൈവൈക്യ ജീവിതത്തിലും തമ്പുരാന്റെ മക്കൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഇത് ഇടയാക്കും. സത്യം പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട്, അങ്ങ് മനുഷ്യനായി അവതരിച്ചുകൊണ്ട്, അങ്ങയുടെ മക്കളിലൂടെ പ്രവാചകന്മാരിലൂടെ സത്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട്, സത്യത്തിന്റെ പൂർണ്ണതയായ അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ അറിവും എല്ലാം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണല്ലോ അങ്ങ് ഞങ്ങൾ നയിക്കുന്നത്. ഈശോയെ, നല്ലത് അറിയാൻ മനസ്സാക്കാതെ അത് മനസ്സിലാക്കിയിട്ടും അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടാതെ കർത്താവെ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. വിശുദ്ധ കുർബാനയെ കുറിച്ചോ ക്രൈസ്തവ ജീവിതത്തെ കുറിച്ചോ ദിവ്യകാരുണ്യത്തെ കുറിച്ചോ അങ്ങയുടെ സാന്നിധ്യത്തെ കുറിച്ചോ അങ്ങയുടെ ശക്തിയെ കുറിച്ചോ പലപ്പോഴും അറിയാതെ ജീവിക്കുന്നവരാ ഞങ്ങള്. ഞങ്ങളുടെ സഭയെ സമർപ്പിക്കുന്നു, അഭിവന്യ പിതാക്കന്മാരെ സമർപ്പിക്കുന്നു, വൈദികരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, സന്യസ്തരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ യുവമക്കളെയും കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, അറിയാതെ ജീവിക്കുന്ന വിശ്വാസത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ എവിടെ നിന്ന് മോചിപ്പിക്കണമേ. ഞങ്ങൾ അറിയണം, എല്ലാം അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. സഭയിലൂടെ, തിരുവചനത്തിലൂടെ, പാരമ്പര്യത്തിലൂടെ, ഇത് ജീവിച്ച വിശുദ്ധരിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങ് തന്നെ ഞങ്ങളോട് പറഞ്ഞു തന്നു. പരിശുദ്ധ അമ്മയിലൂടെ, യോസേപ്പിതാവിലൂടെ ഞങ്ങൾക്ക് ശക്തമായ മാതൃക നൽകി. ഞങ്ങൾക്ക് അറിയേണ്ടതൊക്കെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അറിയാൻ ഞങ്ങൾക്ക് എല്ലാം അങ്ങ് ഇടയാക്കിയിട്ടുണ്ട്. കർത്താവേ, ഇത് പഠിക്കാതെ, ഇത് പഠിപ്പിക്കാതെ, അറിയാൻ ശ്രമിക്കാതെ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ഇടവകകളെ, ഞങ്ങളുടെ സഭയെ നശിപ്പിച്ചു കളഞ്ഞു. പഠിപ്പിക്കേണ്ടവർ പഠിപ്പിച്ചില്ല. എന്റെ ജനം അജ്ഞത നിമിത്തം നശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതനെതിരെ അങ്ങ് സംസാരിക്കുമ്പോ കർത്താവെ, പഠിപ്പിക്കേണ്ടവർ പഠിപ്പിച്ചില്ല. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, വലിയ കരുണ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ, സഭയിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ, ഇടവകകളിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ, കുടുംബങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ, പൗരോഹിത്യത്തിലെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ, സന്യാസ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ, ദാമ്പത്യ ജീവിതത്തില്, ബിസിനസ്സില്, യുവമക്കളില്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളില്, ഞങ്ങളുടെ മക്കളില് അറിഞ്ഞ് ജീവിക്കുന്ന വിശ്വാസത്തിന്റെ പിൻബലം, അഭിഷേകം, ശക്തി അങ്ങ് നിറയ്ക്കണമേ. കർത്താവെ, അങ്ങയിൽ ഉറച്ചു നിന്ന് ജീവിക്കുവാനുള്ള കൃപ ഈ ദിവസങ്ങളില് കർത്താവ് ഈ വിഷയത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി പ്രാർത്ഥിക്കുമ്പോൾ അറിയാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ആ വലിയ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. അജ്ഞത മാറിപ്പോകട്ടെ. കർത്താവെ, അറിവില്ലായ്മ എടുത്തു മാറ്റണമേ. അറിയാനും ജ്ഞാനത്താൽ നിറയുവാനും ഞങ്ങൾക്കിടയാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ഒരിക്കൽ കൂടി പ്രത്യേകം സമർപ്പിക്കാം. അറിഞ്ഞു ജീവിക്കുന്ന ഒരു മകനും ഒരു മകളും വഴിപിഴച്ചു പോകത്തില്ല, ഒരുത്തിന്റെ പിന്നാലെ പോകത്തില്ല, ജടികപാപത്തിന്റെ പിന്നാലെ പോകത്തില്ല, ലഹരിക്കടിമപ്പെടില്ല. ഞങ്ങളുടെ മക്കൾ സ്വർഗത്തിനു വേണ്ടി വിശുദ്ധരെ പോലെ ജീവിക്കും. അറിഞ്ഞു ജീവിച്ച മരിയ ഗുരുത്തി പാപം ചെയ്യണേക്കാളും മരണം ഏറ്റെടുക്കുവാൻ മനസ്സായി. അറിഞ്ഞവൾ മരിച്ചു, അവൾ വിശുദ്ധയായി. ഞങ്ങളുടെ മക്കളും അറിയണം. പ്രാർത്ഥിക്കും മക്കളെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് ഈ ഒരു വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ ശക്തമായ
അനുഗ്രഹവും ആശീർവാദവും ഇടപെടലും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവിന്റെ വലിയ അനുഗ്രഹവും ആശീർവാദവും നമ്മിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ കർത്താവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് അറിഞ്ഞു ജീവിക്കുന്ന വിശ്വാസത്തിന്റെ ഉടമകളാക്കി ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും സഭ മുഴുവനെയും മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും മക്കളെ. അതിനായി ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഇവിടെ ധ്യാനം ആരംഭിക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടി ധ്യാനം ആരംഭിക്കും. സാധിക്കുന്ന മക്കളൊക്കെ ധ്യാനത്തിന് വരിക. 2 ദിവസമുള്ളൂ. വീക്കെൻഡ് ധ്യാനമാണ്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് അവസാനിക്കും. സാധിക്കുന്നവരെല്ലാവരും നേരിട്ട് വരിക. നമുക്ക് ധ്യാനത്തിൽ കൂടാം. ഈ ഒരു അഭിഷേകത്തിന്റെ കരുത്തും ശക്തിയും അറിയാനുള്ള വലിയ ഭാഗ്യവും കർത്താവ് നമുക്ക് തരും. അങ്ങനെ അറിഞ്ഞ് ഈ വിശ്വാസം ജീവിക്കാൻ നമുക്കിടയാകട്ടെ. ഒത്തിരി സഹായിക്കുന്ന ധ്യാനമാണ്. ശക്തീകരണ വിടുതൽ ധ്യാനം. നിങ്ങൾ എല്ലാവരെയും അച്ഛൻ ക്ഷണിക്കുന്നു. സാധിക്കുന്ന എല്ലാവരും വന്ന് പങ്കെടുക്കുക. നിങ്ങൾ ബുക്ക് ചെയ്തില്ലാന്ന് ചോദിച്ച് വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ അത്യാവശ്യം മുറി വേണ്ടവരൊക്കെ ഒന്ന് വിളിച്ചോ. ഇതൊന്ന് കുറച്ച് മുറി ബാക്കിയെന്ന് തോന്നുന്നു. ബാക്കി ഡോർമെട്രി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സാധിക്കുന്നവരൊക്കെ അത് ധ്യാനത്തിൽ കൂടുക. ഒന്ന് വിളിച്ചിട്ടൊക്കെ പോരെ. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.